തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിൻസെൻഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം മറ്റൊരു അതിഥി കൂടിയുണ്ട്. ഹോമിയോപതിക് ഡോക്ടറായ ഡോക്ടർ സിജു തോട്ടപ്പള്ളി. ഡോക്ടറെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സിസ്റ്റർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കൗമാരപ്രായക്കാർക്കിടയിലുള്ള ലഹരി ഉപയോഗത്തിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമുക്കെങ്ങനെ ഈ ഒരു വിഷയം വളരെ ഗൗരവമായി എടുക്കേണ്ടതാണ്. ഇതിനെ നമുക്ക് എങ്ങനെ കരകയറ്റാം, എങ്ങനെ നമുക്കിതിനെ കൈകാര്യം ചെയ്യാം എന്നായാലോ ഇന്നത്തെ ചർച്ച? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു പ്രശ്നമുണ്ടാകുന്നു, ആ പ്രശ്നത്തിൽ ആരൊക്കെ ഇൻവോൾവ് ആകുന്നു, അല്ലെങ്കിൽ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ആ പ്രശ്നം സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നം ആർക്കുണ്ടായിരിക്കുന്നു, അവർ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ഇനി അങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കുന്ന ഒരു വിഭാഗമുണ്ട്, അത് എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ്. അപ്പം ഒരു ലഹരിയുടെ ഉപയോഗമാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒരു പ്രശ്നമുള്ളവരാണെങ്കിൽ ആ പ്രശ്നമുള്ള ഒരാൾ, അയാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഇനി ആ പ്രശ്നമുള്ള ഒരാളുടെ കൂട്ട് ജീവിക്കുന്ന ഫാമിലിയുണ്ട്, സൊസൈറ്റിയുണ്ട്, ഒരു കൾച്ചറുണ്ട്. അപ്പോൾ ഒരു രണ്ട് ഡൈമെൻഷനിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചികിത്സാ രീതികൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതും നീട്ടേണ്ടതും. അപ്പോൾ ഇതിനെ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഡെലിക്കേറ്റഡ് ആയിരിക്കണം. കാരണം ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവ് നമുക്കുണ്ടാവണം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് വീണുപോയ ഒരാളെ നമുക്ക് കൈപിടിച്ച് കൊണ്ടുവരാനുള്ള ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം. അതോടൊപ്പം ഇവരുടെ കൂടെ ജീവിക്കുന്നവർക്കുണ്ടാവുന്നത്, കാരണം അവർ നിരപരാധികളാണ്. പലപ്പോഴും നമുക്കറിയാം ഫാമിലിയും അല്ലെങ്കിൽ സൊസൈറ്റിയും ഒക്കെ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള ഉപയോഗങ്ങളിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് തള്ളിയിടുന്നുണ്ട്. എങ്കിൽ പോലും ചില സമയങ്ങളിൽ ഫാമിലി, മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി നിസ്സഹായരായിരിക്കുന്നു. അപ്പോൾ ഇവരെയും കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ രണ്ട് രീതിയിലുള്ളൊരു കൈകാര്യത്തെക്കുറിച്ചാണ് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നതും അങ്ങനെ ഒരു ചികിത്സാവിധിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത്, ഇങ്ങനൊരു ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുൻപുള്ള എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, നമുക്കൊരിക്കലും ഒരാളുടെ ജനറൽ അപ്പിയറൻസ് വെച്ച് അയാൾ ലഹരി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അയാൾക്കൊരു പ്രശ്നമുണ്ട്, ഈ പറയുന്ന സോക്കോൾഡ് അയാളുടെ കിളി പോയിരിക്കുന്നു എന്നൊന്നും നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റില്ല. അപ്പം ഇവിടെയാണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു അവലോകനം ആവശ്യമാണ്. ഒരാളെ, ഒരു കുട്ടി മുടി നീട്ടി വളർത്തി അല്ലെങ്കിൽ ഒരു ലൂസായിട്ടുള്ള പാൻസെറ്റ്, കൗമാരപ്രായക്കാർക്കിടയിൽ കേൾക്കുന്ന, അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അവരുടെ വേഷവിധാനങ്ങളും അതുപോലെ അവരുടെ ഹെയർ സ്റ്റൈലൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കാര്യം കണ്ടിട്ട് തന്നെ ഇങ്ങനെ കുട്ടിയെ നീ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മുദ്ര കുത്തി നമുക്ക് ഡി അഡിക്ഷൻ സെൻറ്ററിലേക്കൊന്നും വിടാനായിട്ട് സാധിക്കത്തില്ല, അല്ലേ? അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ജുവനൈൽ ജസ്റ്റിസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, ഇവൻ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം ഇവൻ ഉപയോഗിക്കുന്നുണ്ട്, എവിടെ നിന്നൊക്കെയാണ് ഇതിൻ്റെ സോഴ്സുകൾ കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരാളെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം സാധാരണഗതിയിൽ നമ്മൾ ഈ ലഹരി ഉപയോഗത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും പറയാറുള്ളൊരു കാര്യമാണ്, ഇപ്പം നമുക്കറിയാം, പേവിഷബാധയേറ്റ ഒരു നായ ആ ഒരു പഞ്ചായത്തിൽ മൊത്തം ഓടി നടന്ന് എല്ലാവരെയും കടിക്കുന്നുണ്ട്. ഈ കടിയേറ്റവനെ കൊണ്ടുപോയി ഹോസ്പിറ്റലാക്കുന്നു, അല്ലെങ്കിൽ അവന് ഉള്ള ആൻറ്റി റാബിസ് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കൊണ്ടുവരുന്നു. പക്ഷേ ഈ കൃത്യമായ കാരണത്തെ, അല്ലെങ്കിൽ അത് എവിടെ നിന്നാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നതിനെ പലപ്പോഴും കാണാതെ വിടുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വ്യക്തിയെ ഈ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയ സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് നമ്മൾക്കൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ജനറൽ അപ്പിയറൻസ് വെച്ചുകൊണ്ടൊന്നും നമുക്കൊരാളെ ഇവൻ ചീത്തയാണ്, ഇവൻ നല്ലതാണ് എന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. അപ്പം അതിനെ കൃത്യമായിട്ട് അവനെ മനസ്സിലാക്കാനായിട്ട് ഒരു നല്ല രീതിയിൽ അവൻ്റെ ഹിസ്റ്ററി എടുക്കാനും അവൻ്റെ മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിൻ ചെയ്യാനും
പ്രൊഫഷണൽസ് അത് വേണം. പറഞ്ഞപ്പോഴാണ് ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യമാണ്. അതായത് അവളുടെ കുട്ടിയോട് മറ്റു സുഹൃത്തുക്കളുമായിട്ട് ഇവൻ ചാറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ എന്റെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ, അല്ലെങ്കിൽ അമ്മയുടെ ഞാനിത് അന്വേഷിക്കാൻ വരുന്നില്ലല്ലോ എന്ന് അവൻ പറഞ്ഞു. പക്ഷെ ഇതൊരു ശരിയായ രീതിയാണ്. ഇത് എങ്ങനെയാണ് അവനെങ്ങനെയാണ്, അല്ലെങ്കിൽ അത് നോക്കേണ്ടതില്ലേ, അല്ലെങ്കിൽ അവനെങ്ങനെ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഈ നെറ്റ്ഫ്ലിക്സിൽ ഒരു അഡോളസൻസ് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ്, അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4 സീരീസ് കൊണ്ടാണത് അതിൻ്റെ കഥ സ്റ്റോറി പറഞ്ഞു വെക്കുന്നത്. അതായത് ഒരു സൈബർ ബുള്ളിങ് മൂലം ഒരു കൊലപാതകം നടക്കുന്നതിൻ്റെ കഥയെ ആസ്പദമാക്കിയാണ് ആ ഒരു വിഷ്വൽസ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ആ ഒരു കുറ്റാന്വേഷണം നടത്തുന്ന ആ സൂപ്രണ്ടൻറ്റിൻ്റെ ഡയറക്ടറിൻ്റെ മോനാണ് ഈ അപ്പനോട് പറഞ്ഞു കൊടുക്കുന്നത്, ഡാഡിക്ക് മനസ്സിലാകുന്നില്ലേ ഞങ്ങളുടെ ഇടയിലുള്ള ചില കാര്യങ്ങൾ. ഇപ്പം നമുക്കറിയാം നമ്മളുടെയൊക്കെ ഒരു അഡോളസെന്റ് കാലഘട്ടം തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ എന്നൊക്കെ പറയുന്നത് നേർക്കുനേരാണ്. ഇപ്പം ഞാനൊരു ചീത്ത പറയണമെങ്കിൽ ഓക്കെ ടീച്ചറിനെ ഞാനൊരു ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ആകുന്നു. അത് കാണുന്ന ഒരു കുറച്ച് ഭാഗം ആൾക്കാരേ ഉള്ളൂ. ഇപ്പം നമ്മുടെ അടുക്കേ നിൽക്കുന്ന ആരെങ്കിലും കേട്ടു കണ്ടു തീർന്നു. പക്ഷെ അതല്ല ഇന്ന് സോഷ്യൽ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന ഒരു കാര്യം വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. അപ്പം ഈ കുട്ടികൾ ഇതുമൂലം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അവർ പോകുന്ന പ്ലാറ്റ്ഫോമുകളിലേക്ക് മാതാപിതാക്കൾ കടക്കണം. എന്നിട്ട് അത് എന്താണ് അവിടെ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതിനെ അവർ വേണ്ടൊരു രീതിയിൽ, ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു സൈബർ ബുള്ളിങ് ഏൽക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം നമ്മുടെ തന്നെയൊക്കെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. അപ്പോൾ അതിലെത്ര ലൈക്ക് കിട്ടി, വ്യൂവേഴ്സ് എത്ര ഉണ്ടായിരുന്നു, അതിൻ്റെ കമൻസ് എന്തായിരുന്നു, അപ്പോൾ ഇതെല്ലാം ഈ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന് ആ ഒരു കുഞ്ഞിനുണ്ടായിരിക്കുന്ന ഇമോഷൻസിനെ മാതാപിതാക്കൾക്ക് മനസ്സിലായെങ്കിലേ ചിലപ്പോൾ ആ ഒരു സമയത്ത് വേണ്ട രീതിയിലുള്ളൊരു ഹെൽപ്പ് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കുഞ്ഞ് പറയാണ് അമ്മയുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഞാൻ വരുന്നില്ലല്ലോ, ചാറ്റിംഗ് ഞാൻ കാണുന്നില്ലല്ലോ, അമ്മയ്ക്ക് എന്ത് കാര്യമെന്ന് പറഞ്ഞ് വിടുമ്പോൾ അവനെ ഇരുത്തി അവൻ്റെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിസ് ചോദിച്ചതിൽ നമ്മൾ കൂടുതലും ട്രീറ്റ്മെന്റിനെ കുറിച്ച് സിസ്റ്റർ പറയാൻ തുടങ്ങിയപ്പോൾ മിസ് ചോദിച്ചത് ഒരു പ്രിവെന്റീവ് മെഷറാണ്. കാരണം ഇന്ന് പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് ചികിത്സാ രീതികൾ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രിവെൻഷനാണ്. ഇന്ന് പ്രിവെൻഷനാണ് ഏറ്റവും കൂടുതൽ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടെൻഷനായിരിക്കുന്ന ഒരു കാര്യം അതാണ്. ഈ പ്രിവെൻറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, കുട്ടികൾക്ക് ലഹരി മദ്യപാനത്തിനോടോ അല്ലെങ്കിൽ കഞ്ചാവിനോടോ MDMAയോടോ LSDയോടോ തോന്നുന്നതിനേക്കാൾ മുമ്പ് തന്നെ അവരെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ലഹരി പിടിപ്പിക്കണം. ആ ലഹരി എന്താണ് പിടിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കളികളിലേക്കും അവരുടെ കഴിവുകളിലേക്കും, അവർക്ക് ചിലപ്പോൾ നല്ല കീബോർഡ് വായിക്കാനായിരിക്കാം, ഗിറ്റാർ നന്നായിട്ട് പ്ലേ ചെയ്യാനായിരിക്കാം, ഫുട്ബോളായിരിക്കാം, ബാസ്കറ്റ് ബോളായിരിക്കാം. പല കുട്ടികളും ഇങ്ങനെയുള്ള കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വരുമ്പം അവരങ്ങനെയുള്ള കലാപരിപാടി ഒന്നുമില്ല. അവർ വീടിൻ്റെ അകത്ത് റൂമിൽ കുത്തിരിക്കുന്ന പരിപാടിയാണ്, ഒരു വായന പോലും ഇല്ല, അവർക്ക് ചുറ്റുപാട് ആൾക്കാരായിട്ട് സംസാരമില്ല. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അവർക്ക് ലഹരി ഉണ്ടാവേണ്ടത് ഫുട്ബോളിനോടാണ്, അല്ലെങ്കിൽ ബാസ്കറ്റ് ബോളിനോടാണ്, ഷട്ടിലിനോടാണ്, അല്ലെങ്കിൽ കീബോർഡിനോടാണ്, ഗിറ്റാറിനോടാണ്, പാട്ടിനോടാണ്, ഡാൻസിനോടാണ്. പക്ഷെ നമ്മളുടെ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കൾ കുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പോകുമ്പം പലപ്പോഴും പറയാം, അതിന് പോകാൻ പറ്റില്ല, കാരണം പഠിക്കണം, പഠിപ്പ്. പഠിപ്പിനോട് അമിതമായ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പം കുട്ടികൾക്ക് ബോറടിക്കും. അതായത് ഒരു അക്കാഡമിക് തലത്തിൽ വളരെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അതെ, പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ഒരു പഠനത്തിലേക്ക് വന്നാലും അവന് ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട്, അവന് ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറേണ്ടതെന്ന് അറിയുന്നു, അല്ലെങ്കിൽ അവനൊരു കൃത്യമായൊരു ലൈഫ് ഗോൾ ഉണ്ടെങ്കിൽ അവൻ ജീവിച്ചു പോകുമെന്ന് ചിന്തിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. വളരെയധികം ചാലഞ്ചസിൽ കൂടെയാണ് കുട്ടികൾ പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പേപ്പറിൽ വായിക്കുന്നത് ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ജോലിയില്ല. അപ്പോൾ ഇന്ന് അൺഎംപ്ലോയ്മെന്റ് ഒരു വലിയ റീസണാണ്. പക്ഷെ അതിലെ ഏറ്റവും വലിയൊരു റീസൺ എംപ്ലോയബിലിറ്റിയാണ്. ഏറ്റവും വലിയൊരു പ്രശ്നം എംപ്ലോയബിലിറ്റി. എന്താ പ്രശ്നം വെച്ചാൽ എബിലിറ്റീസ് ഉണ്ടാവണ്ടേ, സ്കില്ല് ഉണ്ടാവണ്ടേ. ആ സ്കില്ല് കൂട്ടാൻ വേണ്ടി കുട്ടികൾ പരിശ്രമിക്കുന്നുണ്ടോ എന്ന് അടുത്ത ചോദ്യം അപ്പുറത്തുണ്ട്. പക്ഷെ ഈ സ്കില്ല് കൂട്ടാൻ അവർ കൂട്ടാൻ വേണ്ടി പോകുന്നത് ഇതൊക്കെ ഉപയോഗിക്കാനാണ്. ഒരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ് കുട്ടികൾക്ക് ഇപ്പോൾ വേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ചെയ്ത് സാറ് പറഞ്ഞ പോലെ സ്കിൽ ഡെവലപ്പ് ചെയ്തു, ആ സ്കില്ലിലേക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു നോളജ് ഇട്ട് ഞാൻ കൂടുതൽ അതിൻ്റെ അകത്ത് എഫിഷ്യസ് അല്ലെങ്കിൽ എഫിക്കേഷ്യസ് ആവണം
എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പം എനിക്കൊരു ഇച്ചിരി നേരം സന്തോഷമായിട്ടിരിക്കണം, അതിലേക്ക് മാറി. അപ്പോൾ വെക്കേഷൻ ടൈമിൽ കാണുന്നത് കുട്ടികൾ അത് സാറ് മൊബൈൽ മാത്രമായിട്ടുള്ള ഒരു ലോകത്തേക്ക് ചുരുങ്ങുന്നതാണ്. ഇപ്പോൾ പണ്ടത്തെ കളികളും അതിനെ കുറിച്ചൊന്നും കുട്ടികൾക്ക് അറിയില്ല ശരിക്കും. കാരണം അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ കുറഞ്ഞോ എന്ന് നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ചില സംവിധാനങ്ങൾ ആക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു, അത് വലിയ പരസ്യമായിട്ട് പോകുന്നു. പക്ഷെ അതിൽ എത്ര കുഞ്ഞുങ്ങൾക്ക് അവസരം ലഭിക്കുന്നുണ്ട് എന്നും നമ്മൾ അറിയേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ സാറ് പറഞ്ഞൊരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിവെൻറ്റീവ് മെത്തേഡ്. അതായത് നമ്മൾ ഒരു രോഗമുണ്ടായി കൊണ്ടുപോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യങ്ങൾ. അപ്പം തീർച്ചയായിട്ടും അവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ പണ്ടൊക്കെ കുട്ടികളെന്നല്ല, ഒരു മുതിർന്നയാൾ, ഒരു 10-25 വയസ്സായിട്ടുള്ളൊരു മകൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അമ്മ അവനെ പിടിച്ച് മണത്ത് നോക്കും, എടാ കുടിച്ചിട്ടുണ്ടോ വലിച്ചിട്ടുണ്ടോ എന്നൊക്കെ. ഇന്ന് ഒരു 10 വയസ്സുകാരൻ കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ നോക്കിയാലൊന്നും മനസ്സിലാവുന്ന കാര്യമല്ല. വളരെ നേരിയ തോതിലുള്ള ക്വാണ്ടിറ്റിയാണ് അവൻ ആദ്യമേ കൺസ്യൂം ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു കൺസംഷനിൽ അവന് മനസ്സിലാകുന്ന കാര്യം ഓക്കെ സംതിങ് ഡിഫറെന്റ് അതിൽ വേറെ വേറൊരു ആയിരിക്കും. വേറൊരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചോളം അവർ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വെൽത്ത് മാനേജ്മെന്റ്, ഇതിനെ കുറിച്ച് കുട്ടികൾ എത്രത്തോളം ബോധവാന്മാരാണ്. ഞാൻ പലപ്പോഴും എൻ്റെ സെഷൻസിലൊക്കെ ഞാൻ കുട്ടികളോടും മാതാപിതാക്കളോടും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഒരു മാസം എത്ര രൂപ ചെലവുണ്ടാവും? അത് കുട്ടികൾ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കാണ്ടാണ് അല്ല, വളരുന്നതെന്ന്. ബുദ്ധിമുട്ട് വേണ്ട, പക്ഷെ ഞാൻ പറയാം, ഒരു മാസം എത്ര രൂപ ചെലവാകുന്നുണ്ടെന്ന് ചോദിച്ചാൽ അതിന് പോലും ഉത്തരം മാതാപിതാക്കൾക്ക് പലർക്കും ഇല്ല, കുട്ടികൾക്കും ഇല്ല. അപ്പോൾ തീർച്ചയായും ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ഒരു 7ാം ക്ലാസ്സിന് മുകളിലാണെങ്കിൽ അവൻ അറിയണം 1 കിലോ പഞ്ചസാരയ്ക്ക് എത്ര വില, 1 കിലോ അരിക്ക് എത്രയാണ് വില. ഇത് അറിയണമെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകും, അച്ഛനും അമ്മയും അവനെ കൊണ്ടുപോകണം, അതെ. അവനെ കൂടെ കൊണ്ടുപോയി അവനെ ഇടയ്ക്കൊന്ന് വാങ്ങിക്കാൻ. ഇത് പക്ഷെ നമ്മളെപ്പോഴും പഠിപ്പിന് പ്രാധാന്യം നൽകുന്നു, നമ്മളെപ്പോഴും അക്കാഡമിക്കിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇത് മാത്രമല്ല, ഇന്ന് ജീവിതത്തിൽ ഈ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ഇതെല്ലാം വേണം. മാതാപിതാക്കൾ ഹൈലി പ്രൊട്ടക്റ്റീവായിട്ട് കുട്ടികളെ വളർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നൊരു സ്പൂൺ ഫീഡിങ് കൾച്ചറിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കൾച്ചറിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. പിന്നെ എൻ്റെ കുട്ടി ഇതിൽ നിന്നൊന്ന് ഡീവിയേറ്റഡ് ആകുന്നു എന്നൊരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രൊഫഷണൽസിൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു ബ്രിഡ്ജിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു സാമൂഹ്യമായിട്ടുള്ള സംവിധാനങ്ങൾക്കും അതുണ്ടായിരിക്കണം. ഒരു കുട്ടിയെ ചിലപ്പോൾ ഒരു മാതാപിതാക്കൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ നമ്മുടെ ഒരു വല്ലാത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, എത്രമാത്രം ഈ കുട്ടികൾ ഇതുപോലെയുള്ള സിന്തറ്റിക് കാര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് മെഷർ ചെയ്ത് എടുക്കാനായിട്ടുള്ള സംവിധാനത്തിൻ്റെ ലഭ്യത കുറവ്. അത് നമ്മുടെ ഒരു സ്കേഴ്സിറ്റിയാണ്, നമ്മുടെ ലിമിറ്റേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ ഏറ്റവും അടുത്തത് കുട്ടികൾക്ക് ആ ഒരു ബോധ്യം നൽകുന്ന രീതിയിലേക്ക്, ഇപ്പോൾ ബോധവൽക്കരണ ക്ലാസ്സിന് നമ്മൾ അയക്കുവാണെങ്കിൽ ഓക്കെ, ഒരു 100, 50, 200, 500 ഉള്ള ഒരു പോപ്പുലേഷൻ്റെ അടുത്ത് ആ ഒരു ഇത് കേൾക്കാനുള്ള ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ അവർ ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ വളരെ വ്യക്തിപരമായിട്ട് ഈ കുഞ്ഞിനെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവനത് ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇതിൻ്റെ കോൺസിക്വൻസസ് കണ്ട് മനസ്സിലാക്കാനൊക്കെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അത് വേണം. അത് മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനം കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇനി പല കുട്ടികളും ഇതിൽ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിന്, യങ്സ്റ്റേഴ്സിന് സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ പോരുന്ന സമയത്ത് ഒരു കുട്ടി എൻ്റെ പിന്നാലെ വന്ന് 11ാം ക്ലാസ്സുകാരെ എന്നോട് ചോദിച്ചത്, ഇത് വളരെ സിമ്പിൾ അല്ലേ, ഇത് വേണ്ടാന്ന് വെച്ചാൽ പോരെയും. അപ്പോൾ ഗവൺമെൻറ് ഷുഡ് ബി പവർഫുൾ. അവൻ എൻ്റെ അടുത്ത് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഗവൺമെൻറ് ഷുഡ് ബി പവർഫുൾ, വൈ ദിസ് പീപ്പിൾ ആർ നോട്ട് ടേക്കിംഗ് എനി ആക്ഷൻ എന്നൊരു 11ാം ക്ലാസ്സുകാരൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എന്നോട് ചോദിക്കുകയാണ്. അവൻ്റെ ചിന്തകൾ അപ്പം വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന കുട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ നമ്മൾ കാണുന്നത് നെഗറ്റീവായിട്ടുള്ള ചെറിയൊരു പെർസെൻറ്റേജാണ്. ആ ചെറിയൊരു പെർസെൻറ്റേജ് കൊണ്ട് വലിയ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് പേര് വളരെ അവരെ പോലും നമ്മൾ നോക്കുന്നത് നെഗറ്റീവായിട്ടാണ്. ഇൻഫ്ലുവൻസ്ഡ് ആയി അവർ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. അവരെ കാണുമ്പോൾ നമുക്കൊരു വില്ലൻ പരിവേഷം നമ്മൾ അവർക്കും നൽകുകയാണ്. അപ്പോൾ ഏത് കുട്ടീനെ കാണുമ്പോഴും, അതുകൊണ്ടാണ് നേരത്തെ മിസ് പറഞ്ഞ പോലെ മുടി നീട്ടി വളർത്തിയാൽ അവനൊക്കെ വില്ലനായി. മുടി നീട്ടി വളർത്തിയ എന്താ കുഴപ്പം? അതെ, അത് വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ആ കുഞ്ഞിനറിയാമെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു
ആ ഒരു കാര്യത്തിൽ മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഇന്ന് രീതിയിൽ അവന് ഒരുപാട് പേര്, ഞാൻ അമല ഹോസ്പിറ്റലിലേക്കൊക്കെ മുടി എത്ര പേര് മുറിച്ചു കൊടുക്കുന്നു എനിക്കറിയാം. ആൺകുട്ടികൾ മുറിച്ചു കൊടുക്കുന്ന ആൺകുട്ടികളെ എനിക്കറിയാം, മുടി മുറിച്ചു കാരണം കൊടുക്കുന്നു. ആ ഒരു പ്രായത്തിൽ അവർക്കുണ്ടാകുന്ന നമ്മൾ പറയുന്ന ഒരു നോവൽറ്റി സീക്കിങ്, അല്ലെങ്കിൽ അവർക്ക് അതിനോടുള്ള എന്താ പറയുക, ഒരു അഭിവാഞ്ചയാണ്. ഇതെന്തായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആയാൽ എന്തായിരിക്കും എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ അത് അവൻ്റെ പേഴ്സണാലിറ്റി, ഇപ്പോൾ ഇതൊക്കെ വളർത്തുന്നുണ്ട്, പക്ഷേ അത് ആവശ്യമില്ലാത്ത കുറേ കെമിക്കൽ ജെല്ലും തേച്ച്, അല്ലെങ്കിൽ കുളിക്കത്തുമില്ല, അല്ലെങ്കിൽ ചീവത്തുമില്ല, ഇങ്ങനെയൊക്കെ വരുമ്പം അവൻ്റെ ഹൈജീൻ മറന്നു പോകുന്നു. അപ്പിയറൻസ് മാത്രം നോക്കുമ്പോൾ അത് തെറ്റായി. അവൻ അപ്പോൾ അവനെ തന്നെ മറന്നു പോകുന്നു. ഇതാ ഗുഡ്നസ് ടി വി അഭിമാനത്തോടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഗുഡ്നസ് ടി വി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആപ്പിൾ ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. ഈ ചർച്ചകളിലും വരേണ്ടത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. എന്താണ് ഇതിനപ്പുറം മറ്റൊരു കാര്യത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരണം. ഇപ്പോൾ അബ്രഹാം മാസ്ലോവിൻ്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് പോലെ നമ്മൾ ആ കുട്ടികളെ എന്താണ് ലൈഫിൻ്റെ നീഡ്സ്, എന്താണ് ആവശ്യങ്ങൾ, എന്താണ് ലൈഫിൽ എന്താണ് ആവശ്യം, അവൻ്റെ ഒരു ജീവിതത്തിൽ ഏറ്റവും നിർബന്ധമായിട്ടും അവൻ്റെ ലൈഫ് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവൻ എന്തുണ്ടാവണം, അവൻ്റെ ലൈഫ് എവിടേക്കാണ് എത്തിക്കേണ്ടത്. അപ്പോഴാണ്, കാരണം ഇന്നിപ്പോൾ മക്കളുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഏത് കാർ വാങ്ങിക്കാൻ ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം കുട്ടികളും BMW, ജാഗ്വാർ അങ്ങനത്തെ. ഞാനൊരു സ്ഥലത്ത് സ്കൂളിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഹെലികോപ്റ്റർ വാങ്ങിക്കണം എന്നാണ് പറയുന്നത്. പ്രൈവറ്റ് ജെറ്റും ഹെലികോപ്റ്ററൊക്കെ വാങ്ങിക്കണം എന്നാണ് കുട്ടികളുടെ താല്പര്യം. അപ്പം ഞാൻ പറയും, നല്ല സ്വപ്നങ്ങളുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഇത് വലിയ വണ്ടികൾ വാങ്ങിക്കുക എന്ന് മാത്രമല്ല, നല്ല ജോലി വാങ്ങിക്കുക, ഇനി അത് മാത്രമല്ല നല്ല മൂല്യങ്ങളിൽ വളരുക, ഇതൊക്കെ ആഗ്രഹമുള്ള കുട്ടികളുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ സാരിത് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു ക്ലയൻറ്റിനെ ഓർത്ത് പോയത്, ഒരു 28 വയസ്സോളം, ഒരു 30 വയസ്സിന് ജസ്റ്റ് താഴെയുള്ളൂ. അപ്പോൾ വന്നു, ഇതേപോലെ ലഹരി പദാർത്ഥങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡിഅഡിക്ഷൻ സെൻറ്ററിലേക്ക് നമ്മൾ റെഫർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ കണ്ടൊരു കേസ്. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ്, എനിക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് സിസ്റ്റർ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ BMW കാർ വാങ്ങിക്കണം, വലിയ വീട് വെക്കണം, ഇതെല്ലാം ഉണ്ട്. പക്ഷേ എനിക്കതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയില്ല, പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല, എൻ്റെ ഫാമിലി അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോകത്ത് ഞാൻ ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞ സ്റ്റഫ് അടിച്ച് ഇത് ചിന്തിച്ചാലേ പറ്റുള്ളൂ. അതായത് ഒരു റിയലായിട്ട് എനിക്കിതൊന്നും കിട്ടുമെന്ന് തോന്നണില്ല. അപ്പം ഇത് വല്ലാത്തൊരു, ഞാനപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എന്നോട് അത് പറഞ്ഞപ്പോഴത്തേക്ക് അത് ആ ഒരു പറയുന്നത് കേൾക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ഒരു ഷോക്കായിപ്പോയി. ശരിയല്ലേ? അവരൊക്കെ ഫാന്റസി വേൾഡിലാണ് ഈ ജീവിക്കുന്നത്. അപ്പൊ ഈ ഫാന്റസി വേൾഡിൽ ജീവിക്കാനുള്ള കുട്ടികളുടെ പ്രവണതയും അതിനനുസരിച്ച് സമൂഹവും മറ്റു മാധ്യമങ്ങളും കൊടുക്കുന്ന ഒരു പരിഗണനയും കൂടി ആകുമ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മതിയെന്നേ. ഇപ്പം ചില കുട്ടികളോടൊക്കെ നമ്മൾ ചോദിക്കാം, അല്ലെ യങ് അഡൾട്ടിനോട് നമ്മൾ ചോദിക്കും, ഓക്കെ നിങ്ങൾക്കൊരു ഫാമിലിയൊക്കെ വേണം, എന്തിനാ സിസ്റ്റർ, വെറുതെ ഡിവോഴ്സ് കേസിന് വേണ്ടിയിട്ട് പോകാനാണോ? അതിനേക്കാളും നല്ല 2 വർഷമെങ്കിൽ 2 വർഷം, അത് മതിയെന്നേ, ഇതുപോലെ ഞാൻ ജീവിച്ചേക്കാം. അപ്പോൾ ഈ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ യങ് അഡൾട്ടിൻ്റെ ഈ ആറ്റിറ്റ്യൂഡിൻ്റെ ചേഞ്ചസിനെ നമുക്ക് മാറ്റുന്ന രീതിയിലുള്ള ചില സ്റ്റെപ്പുകൾ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോഴാണ്, അതായത് കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നത്, ഇന്നത് വേണം, ഇനി ഇതുപോലെ വളരണം എന്നൊക്കെ പറയുമ്പോഴും ഇതെല്ലാം മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ അധ്യാപകരുടെയോ നിയന്ത്രണത്തിലേക്ക് അവനെ ഒരു അടി പോലും മുന്നോട്ട് സ്വതന്ത്രമായി വെക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ശരിയല്ലേ? എങ്ങനെയാണ്? അല്ല, കുട്ടികൾ പറയണ ഒരു കാര്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ്. അതാണ് പക്ഷേ അവരുടെ ഏറ്റവും വലിയ കംപ്ലൈന്റ്. അവരൊരു ഉപദേശിക്കാനുണ്ട്, അല്ലെങ്കിൽ എന്നതാവണം എന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും അത് അവരുടെ നിയന്ത്രണത്തിലായിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഗ്രൂപ്പ് തെറാപ്പിയൊക്കെ നടത്തുമ്പോഴത്തേക്കും ഞങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷനും ഡിബേറ്റിനൊക്കെ ഇട്ട് കൊടുക്കുന്ന ചില വിഷയങ്ങളാണിത്. അപ്പം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? അതെ, ഇപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വേണം. കാരണം എന്നെയും എന്നെ ആശ്രയിക്കുന്നവർക്കും ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു വശം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം കൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? ഓക്കെ, അപ്പോൾ എനിക്ക് ഡെവലപ്പ് ആകണം, അതോടൊപ്പം തന്നെ എൻ്റെ കൂടെയുള്ളവർ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലഹരി മറ്റു പദാർത്ഥങ്ങൾക്ക് അല്ലെങ്കിൽ ക്രൂരതകൾക്കൊക്കെ അടിപ്പെട്ടു പോകുന്ന ആ ഒരു വ്യക്തികളിൽ അഫക്റ്റഡ് ആയി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസിക്വൻസസ് അനുഭവിക്കുന്ന ഒരു കുടുംബമുണ്ട്, അതിലൊരു സമൂഹമുണ്ട്. ഇപ്പം ചില കുട്ടികളൊക്കെ നമ്മൾ പറയത്തില്ലേ,
അടിപിടി തല്ലൊക്കെ ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി എന്നൊക്കെ പറയും. ഈ ബഹളമൊക്കെ ഉണ്ടാക്കി അവർ ഒരു പൊതുസ്ഥലത്ത് വെച്ചുണ്ടാക്കുമ്പോൾ എത്രമാത്രം പൊതു സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള വാഹനങ്ങൾക്കൊക്കെ കേടുപാടുകൾ വരുത്തുന്നുണ്ട്. അപ്പോൾ അത് അനുഭവിക്കുന്ന ഒരു സമൂഹമുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടിരിക്കും. അവിടെ എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ഒരു പക്വത അല്ലെങ്കിൽ മെച്യൂരിറ്റി, ആ മെച്യൂരിറ്റി ലെവല് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ചെറുപ്രായത്തിൽ തുടങ്ങി മാതാപിതാക്കൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ വളർത്തിക്കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് മനസ്സിലാവും എന്താണ് എനിക്ക് വേണ്ടത്, ഞാൻ ഒരിക്കലും വഴിതെറ്റി പോവരുത് എന്നിങ്ങനെയുള്ള എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മെച്യൂരിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സമൂഹത്തിനെ വാർത്തെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. കുഞ്ഞിലെ തന്നെ അവർക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുക്കണം അല്ലേ? കൊടുക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു ക്വാളിറ്റി ഫാമിലി ടൈം ഉണ്ടാവണം. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ പലപ്പോഴും ഒരു ആത്മീയമായിട്ടുള്ളൊരു ഉണർവ്, അപ്പോൾ തീർച്ചയായും ഈ ആത്മീയത എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും നമ്മൾ ചില റിലീജിയസ് റിച്വൽസ് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു നന്മ എന്ന് പറയുന്നതിൻ്റെ ഒരു സാർവത്രികത, ഒരു നന്മയായിട്ടിരിക്കുമ്പോൾ, ഞാൻ സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഞാൻ മാത്രം സന്തോഷിച്ചാൽ പോരാ, എന്നെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന മാതാപിതാക്കൾ സന്തോഷിക്കണം, എന്നെ വളർത്താനായിട്ട് എന്നെ സഹായിച്ച എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ സൊസൈറ്റി. കാരണം നമ്മൾ ആരും നമ്മുടേതായിട്ടുള്ളൊരു വളർച്ചയിൽ നമ്മൾ വന്ന് വീഴുന്നവരല്ല, മറിച്ചൊരു ഡെവലപ്പിംഗ് ഹ്യൂമൻ ബീങ്സ് ആണ് നമ്മൾ. അപ്പോൾ ജനിച്ചു വളരുന്നു. അപ്പോൾ ഈ ജനിച്ചതും വളർന്നതുമായിട്ടുള്ള സാഹചര്യങ്ങൾക്കും നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നൊരു കാര്യമാണ്, എന്നെ ലോകത്തിന് സമ്മാനിച്ച ആ ലോകത്തിന് എനിക്കെന്ത് കൊടുക്കാനായിട്ട് സാധിക്കും? എന്നെ കണ്ട് സന്തോഷിച്ച മാതാപിതാക്കൾക്ക് എന്നും എന്നെ കണ്ട് സന്തോഷിക്കാനും സമാധാനത്തിലായിരിക്കാനും സാധിക്കുന്നുണ്ടോ? എനിക്ക് നല്ല 2 വാക്കുകൾ പറഞ്ഞു തന്ന അധ്യാപകർക്ക് എന്നെ നോക്കി ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥി ഇതുപോലെ ആയി എന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ? എന്നെ വളർത്തിയ സമൂഹത്തിന് എന്നെ നോക്കി നന്മയായിരിക്കുന്നു എന്ന് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ മൺമറഞ്ഞു പോകുമ്പോൾ എനിക്ക് ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങൾ ചരിത്രമാക്കി തീർക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രവണത, ആ ഒരു പ്രചോദനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ആത്മീയതയിലേക്ക് വളർത്തുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു നേർവഴി കാണിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾക്ക്, അധ്യാപകർക്ക്, സമൂഹത്തിന്, നമ്മളെപ്പോലെ സമൂഹത്തിൻ്റെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക്, അഭ്യുദയകാംക്ഷികൾക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ലഹരി വിമുക്തമായിട്ടുള്ള ഒരു രാഷ്ട്രത്തെയോ ഒരു സംസ്കാരത്തെയോ സമാധാനപൂർണമായിട്ടുള്ള ഒരു സംസ്കാരത്തേക്ക് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിനും ഡോക്ടർ സിജു തോട്ടപ്പള്ളിക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം പുതിയൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി.